എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ കാലിക്കോ ടീച്ചറിനെ കാണിക്കും. ആളോട് മറ്റൊരു ടീച്ചർ ചോദിക്കും, ആക്ച്വലി നിങ്ങൾ ആ കുട്ടികളോട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ക്രൂരതയല്ലേ? വേൾഡിൽ വെച്ച് ഏറ്റവും കർക്കശക്കാരായിട്ടുള്ള ട്യൂട്ടേഴ്സിനെയാണ് നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾ അവർ ശരിക്കും കഷ്ടപ്പെടുന്നത് കാണാൻ വേണ്ടിയല്ലേ നിങ്ങളിത് ചെയ്തത്? അതിന് കാലിക്കോ, അതെ, എനിക്ക് അവരോട് ഒരല്പം ദേഷ്യം ഉണ്ടായിരുന്നു. അത് ഇതിലൂടെ എനിക്ക് മാറിക്കിട്ടും. അവരുടെ വിഷമവും കഷ്ടപ്പാടൊക്കെ കണ്ട് ഞാൻ ആസ്വദിക്കും. മറ്റൊന്ന്, അവർക്ക് ഈ വേൾഡിൽ വെച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ട്യൂട്ടേഴ്സിനെയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അതിലൂടെ തന്നെ അവരുടെ പേഴ്സണാലിറ്റിയും സ്കില്ലും എല്ലാം തന്നെ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് കാലിഗോ ആണെങ്കിൽ എന്തൊക്കെയോ കാര്യമായിട്ട് ആലോചിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ കുറുമ പെണ്ണിനെ കാണിക്കും. അവളാണെങ്കിൽ അവൾ മുൻപ് സമൻ ചെയ്തിട്ടുള്ള ഒരുപാട് ബീസ്റ്റുകളുടെ കൂടെ ആ സെല്ലിൽ കിടക്കുകയാണ്. ഓരോ നിമിഷം കഴിയുന്തോറും അവളുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി കൂടി വരും. അവളുടെ പേടിയും വിഷമവും ഒക്കെ കണ്ട് അവളുടെ ട്യൂട്ടർ ആളങ്ങനെ ഹായ് ആയിട്ടിരുന്ന് അവളെ തന്നെ നോക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ പുതിയ ടീച്ചറും ആളുടെ സ്റ്റുഡന്റും അവരാണെങ്കിൽ നിർത്താതെ ഇപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവന് റെസ്റ്റ് ചെയ്യാനോ ഫുഡ് കഴിക്കാനോ എന്തിന് പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ സമയം കൊടുക്കാതെ അവനെ കൊണ്ട് ഗെയിം കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആസിനെയും നമ്മുടെ ജിമ്മനെയും കാണിക്കും. അവരാണെങ്കിൽ ഇപ്പോഴും ബാലം മാസ്റ്ററുമായിട്ട് നിർത്താതെ ഫൈറ്റ് ചെയ്യാണ്. പക്ഷെ അവരെ കൊണ്ടാണെങ്കിൽ ഒരു പഞ്ച് പോലും ബാലം മാസ്റ്ററിന് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ബാലം മാസ്റ്റർ ആണെങ്കിൽ ഉച്ചത്തില് അവരെ നോക്കും. ഓ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്രയും പവറൊക്കെ ഉള്ളോ? അതിനവർ രണ്ടുപേരും ഉഷാറായിട്ട് അടി എഴുന്നേക്കും. അവർ പരസ്പരം നോക്കി പറയും, നമ്മൾ രണ്ടുപേരും ഇത്രയും നേരം ഒറ്റയ്ക്കാണ് മാസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നോക്കിയത്. ഇനി അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് മാസ്റ്ററിനെ നേരിടാം. നമ്മുടെ പവർ ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബെറ്റില് നമ്മൾ തന്നെ ജയിക്കുമെന്ന് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോയാണെങ്കിൽ ആ ചുന്ദര ടീച്ചർ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. ടീച്ചർ പറയും, ഇവിടെ വേസ്റ്റായി കിടക്കുന്ന ഒരുപാട് ഡീമൺസ് ഉണ്ട്. സോ നിനക്ക് ഇഷ്ടമുള്ളതിനെ നിന്റെ കൺട്രോളിൽ കൊണ്ടുവന്ന് അടിമയായി ഉപയോഗിക്കാം. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ആ ബീസ്റ്റിനോട് നിനക്ക് ആവശ്യപ്പെടാം. അത് കേട്ട് ഹീറോ ചിരിക്കും. എനിക്ക് മുൻപേ ഈ ഒരു കാര്യം അറിയാം. ഇവിടെയുള്ള ചില ബീസ്റ്റുകളും സാധനങ്ങളും ഒക്കെ എനിക്ക് ഫെമിലിയർ ആണെന്ന് പറയും. അത് കേട്ട ടീച്ചർക്ക് ദേഷ്യം വരും. നീ ഞാൻ പറയുന്നതിന് മുൻപേ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലേ ചോദിച്ച് അവന്റെ തലയിൽ ടീച്ചർ കടിച്ചു പറിക്കും. അവർ രണ്ടുപേരും ഇപ്പൊ ആ ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് വരും. അവിടെയാണെങ്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഇപ്പൊ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു കൊമ്പൻ തലയൻ അവൻ അവിടേക്ക് ചാടി വീണ് പറയും, ആക്ച്വലി ഈ സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തത് ഞാനാണ്. സുന്ദരി ടീച്ചർ ആണെങ്കിൽ സ്ട്രെയിറ്റ് വന്ന് ഒരു മരക്കമ്പ് കയ്യിലെടുത്ത് അതിലൊരു മാജിക് പ്രയോഗിക്കും. അടുത്ത നിമിഷം അതൊരു അമ്പും വില്ലുമായി മാറും. അയൺ കൊണ്ട് അമ്പുണ്ടാക്കാനും പൂവുകൾ കൊണ്ട് അമ്പുണ്ടാക്കാനും അങ്ങനെ എന്ത് കിട്ടിയാലും അത് വെച്ച് അമ്പും വില്ലും ഉണ്ടാക്കാൻ എന്നെ കൊണ്ടാവും. ഇതൊക്കെ കണ്ട ആ കൊമ്പുള്ള തലയൻ അവനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോളിനെ കയ്യിലെടുത്ത് അതിന്റെ മേലെ മാജിക് ഉപയോഗിക്കുകയാണ്. ആ ഡോളാണെങ്കിൽ ഈ പാവരിയെ പോലായി മാറും. ഇതാണ് എന്റെ ഫ്യൂച്ചർ വൈഫ്, എനിക്ക് ഇവിടെ ഒത്തിരി ഇഷ്ടമായെന്ന് പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിക്കും. ഹീറോ ആണെങ്കിൽ അവിടെയുള്ള ഓരോ സാധനങ്ങളായിട്ട് എടുത്തു നോക്കുകയും തൊട്ട് നോക്കിയൊക്കെ പരിചയപ്പെടാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഫെദേഴ്സ് അവൻ കാണുക. ഹീറോ അതെന്താണെന്ന് ചോദിക്കും. അതിന് ചുന്ദര ടീച്ചർ പറയും, അത് ആ മാജിക്കൽ ഡ്രാഗന്റെ അതൊരു ഗാർഡിയന്റെ ഫെദേഴ്സ് ആണ്. ഇതുപയോഗിച്ച് നിനക്ക് ഇഷ്ടമുള്ള ബോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹീറോ ആണെങ്കിൽ അവന്റെ റിങ്ങിന്റെ സഹായത്തോടു കൂടെ മാജിക് ഉപയോഗിച്ച് അതൊരു സൂപ്പർ ആയിട്ടുള്ള അമ്പും വില്ലുമാക്കി മാറ്റും. അതിനാ ടീച്ചർ അവൾ ടെൻഷനായിട്ട് ആ അമ്പും വില്ലും തല്ലി പൊട്ടിക്കുകയാണ്. നീ എന്തിനാ എന്നെ തന്നെ കോപ്പി ചെയ്യണേ? നിനക്ക് സ്വന്തമായിട്ട് ചില കാര്യങ്ങളൊക്കെ വേണം. നീ എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് വേണം നീ ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലാതെ എന്നെ കോപ്പി ചെയ്യുകയല്ല വേണ്ടത്. ഹീറോ ആണെങ്കിൽ വീണ്ടും അവന്റെ മാജിക് ഒക്കെ ഉപയോഗിച്ച് ആദ്യം ഒരു ഷീൽഡ് പോലെ ഒരു അമ്പ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഡ്രാഗന്റെ ലുക്കില് മറ്റൊരു അമ്പ്. അവന്റെ ടീച്ചർക്കാണെങ്കിൽ ഇപ്പൊ കലി കയറി വരും. നീ എന്നെ കളിയാക്കുകയാണോ? അവസാനമായിട്ട് ഒരു ഫെദർ കൂടെ ഞാൻ നിനക്ക് തരും. ഇത് നീ കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ പണിഷ് ചെയ്യും. നിനക്ക് വരാൻ പോകുന്നത് വലിയൊരു മത്സരമാണ്. അത് ജീവന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കമാണ് ഇപ്പൊ നടക്കുന്നത്. സോ നീ കുറെ കൂടെ സീരിയസ് ആവണം. നീ കറക്റ്റായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം. അതുവരെ ഞാനിവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവളിപ്പോ ആ കൊമ്പൻ തലേനെയും കൂട്ടി അവിടുന്ന് കടന്നു പോകും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അവർ രണ്ടുപേരും ഓൾറെഡി ഒരുപാട് പേർക്ക് ഈ ഒരു ട്രെയിനിങ് കൊടുത്തതാണ്. ചുന്ദരി ടീച്ചർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ഒരുപാട് പേര് അവളിൽ നിന്ന് ട്രെയിനിങ് എടുക്കാൻ അവളുടെ അടുത്തേക്ക് വരികയാണ്. പക്ഷെ അതിലൊരാളിൽ മാത്രമേ അവൾക്ക് ഹോപ്പുള്ളൂ. ബാക്കിയുള്ള ഓരോരുത്തരും ക്ഷമയില്ലാതെ അവരെ കൊണ്ട് അത് ചെയ്യാൻ കഴിയാതെ ഇടയ്ക്ക് വെച്ച് അത് ഡ്രോപ്പ് ചെയ്തു പോകും. അവസാനമായിട്ട് ഒരേ ഒരാൾ മാത്രം ഓൾമോസ്റ്റ് ഫൈനൽ ഘട്ടത്തിലേക്ക് വരും. ഇതൊരു ടീച്ചർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൾ സന്തോഷത്തിൽ തുള്ളിച്ചാടും. അങ്ങനെ ഫൈനലി എനിക്കൊരു ശിഷ്യനെ കിട്ടി.
അവന് ഞാനിത് പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് അവൾ ഹാപ്പി ആയിട്ട് അവൻ്റെ അടുത്തേക്ക് വരുമ്പോഴായിരിക്കും അവനെയാണെങ്കിൽ അവിടെ കാണാനുണ്ടാവില്ല. മറിച്ച് ഒരു ലെറ്റർ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. അവൾ ഷോക്കായിട്ട് ലെറ്റർ വായിച്ചു നോക്കും. എന്നെ കൊണ്ട് ഇത് ചെയ്യാനായിട്ട് കഴിയില്ല, സോ ഞാൻ പോകുന്നു എന്നായിരിക്കും അതിലുണ്ടാവുക. അന്നു മുതൽ ചുന്ദരി ടീച്ചർ അവർ മനസ്സിൽ ഉറപ്പിച്ചു, ഇനി എന്നെ കൊണ്ട് ആർക്കും ടീച്ചിങ് കൊടുക്കാൻ കഴിയില്ല, ആരെ കൊണ്ടും ഇത് ചെയ്യാൻ പറ്റില്ല, ഞാനൊരു നല്ല ടീച്ചറെ അല്ലാന്ന് പറഞ്ഞ് അന്നു മുതൽ അവൾ ആകെ ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഗ്രാൻഡ് പേയുടെയും ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ എല്ലാ റിക്വസ്റ്റ് അനുസരിച്ച് അവളിപ്പോ ഹീറോയ്ക്ക് ഈ ട്രെയിനിങ് കൊടുക്കാൻ ഇവിടേക്ക് വന്നത്. കട്ട് ചെയ്താ ഇവിടെ കൊറ്റിയുടെ മുകളിലെ ടീച്ചറാണെങ്കിൽ ആ 2 സ്റ്റുഡൻസിനെ ഇപ്പോഴും വെള്ളത്തിൽ മുക്കി പിടിച്ചിരിക്കുകയാണ്. 2 സ്റ്റുഡൻസും ഒരുപാട് കഷ്ടപ്പെട്ട് അവരുടെ ബ്ലഡ് ലൈൻ പവർ അതുപയോഗിച്ച് ആ ഷെല്ല് തകർത്ത് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി വരികയാണ്. അവർ ശ്വാസമൊക്കെ വലിച്ചു വിടും. അതിനുശേഷം ആ മാസ്റ്ററിന്റെ അടുത്തേക്ക് വരും. മാസ്റ്റർ, ഇപ്പോഴെങ്കിലും ഞങ്ങൾ ഇതിൽ ജയിച്ചോ? മാസ്റ്റർ അവർ 2 പേരെയും ചേർത്ത് പിടിച്ച് ഒരുപാട് വാത്സല്യത്തോടെ അവരോട് പറയും, അതെ, നിങ്ങൾ 2 പേരും ഇതിൽ ജയിച്ചു. മറ്റൊരു ഭാഗത്ത് കുറുമ, അവളാണെങ്കിൽ അവളുടെ പവർ ഉപയോഗിച്ച് ആ മോൺസ്റ്റർ ബീസ്റ്റുകളെ എല്ലാം തന്നെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു. അവരെ ഈസി ആയിട്ട് ഇംപ്രസ് ചെയ്യാനുള്ള കഴിവ് അതുപയോഗിച്ചാണ് അവൾ ആ ബീസ്റ്റുകളെ എല്ലാം തന്നെ കൺട്രോൾ ചെയ്തത്. അവളുടെ ട്യൂട്ടറിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇവൾ ഇത്രയും വേഗം ഇത് അച്ചീവ് ചെയ്യുമെന്ന് ആള് കരുതിയിരുന്നില്ല. കട്ട് ചെയ്ത ഇവിടെ പച്ച മാസ്റ്ററും ആളുടെ സ്റ്റുഡന്റും അവർ 2 പേരും ഗെയിമൊക്കെ കളിച്ച് ഇപ്പൊ ആ സ്റ്റുഡന്റ് ആൾ ഉഷാറായിട്ട് പച്ച മാസ്റ്ററെ തോൽപ്പിച്ചിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ബാലം മാസ്റ്ററിനെ ജിമ്മനും ഹാസും അവർ 2 പേരും ഒരുമിച്ച് നിന്ന് അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കുകയാണ്. അവർ ഒരുമിച്ച് നിന്ന് അവരുടെ കഴിവും പവറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർക്ക് വളരെ ഈസി ആയിട്ട് ബാലം മാസ്റ്റർ തോൽപ്പിക്കാനായിട്ട് കഴിഞ്ഞത്. അങ്ങനെ ഇവർ 2 പേരും ഒരു വിധത്തിൽ ഇപ്പൊ ജയിച്ചിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ ചുന്ദര ട്യൂട്ടർ, അവളാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അവർ 2 പേരെ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് അവരെ പല വിധത്തില് പല ഡിസൈനില് പല മോഡലിലൊക്കെ ചുന്ദരികളാക്കി മാറാനായിട്ട് പ്രാപ്തരാക്കി മാറ്റി. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഹീറോയ്ക്ക് മാത്രം ഇപ്പോഴും ആ ഒരു തൂവല് അത് വെച്ച് എങ്ങനെ ഒരു ബോ ഉണ്ടാക്കണം എന്നറിയില്ല. അടുത്ത നിമിഷം അവന്റെ ബീസ്റ്റ് പുറത്തേക്ക് വരും. അതിനുശേഷം ചില കാര്യങ്ങൾ അവനോട് പറയും. അത് കേട്ട് അവൻ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കിൽ ഹീറോയും അവന്റെ ഫ്രണ്ടും അവർ 2 പേരും ചേർന്ന് ആ ചുന്ദര ടീച്ചർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. കട്ട് ചെയ്ത ഹീറോ അവൻ ആ ഫെദർ അതിപ്പോ ആ ബീസ്റ്റിന് നേരെ നീട്ടുകയാണ്. അതിനുശേഷം അവൻ ഒച്ചത്തിൽ പറയും, എനിക്ക് ഹാപ്പി ആയിട്ട് ഇവിടെ ഉള്ളവരെ പോലെ സമാധാനമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് ആ ഫെദറിലേക്ക് മാജിക് അപ്ലൈ ചെയ്യും. സ്പോട്ടിൽ വലിയൊരു ശബ്ദത്തിൽ ആ ഫെദർ പൊട്ടിത്തെറിക്കുകയാണ്. ആ ശബ്ദം കേട്ട് ചുന്ദര ടീച്ചറാണെങ്കിൽ അവിടേക്ക് ഓടിയെത്തും. ടീച്ചർ ഡോർ തുറന്നു നോക്കും. ഹീറോയുടെ കയ്യില് ഇപ്പൊ അട്ടിപ്പൊളി ഒരു ബോ. ടീച്ചർ ആണെങ്കിൽ അത് കണ്ട് ഇംപ്രസ്ഡ് ആവും. അങ്ങനെ എല്ലാ സ്റ്റുഡൻസും അവരുടെ ടീച്ചേഴ്സിന്റെ ആഗ്രഹപ്രകാരം മിഷൻസ് എല്ലാം സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തു. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത അവർ കാത്തിരുന്ന ആ ഹാർവസ്റ്റ് ടെസ്റ്റ് അത് നെക്സ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് ഒരു ടീച്ചർ കാരികോയുടെ കയ്യിൽ കൊടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.